ഹായ് ഫ്രണ്ട്സ്, റെഡ്മി നോട്ട് 9 5G സീരീസ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ 2-3 ഫോണൊക്കെ വരുന്നുണ്ട്. അതിൽ നിന്നും റെഡ്മി നോട്ട് 9 5G എന്ന ഫോണിൻ്റെ ടോട്ടലി ഒരു സ്പെക് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വീഡിയോയിലൂടെ കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നേരെ വീഡിയോയിലോട്ട്. ആദ്യം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ഏകദേശം വെയിറ്റ് വരുന്നത് 199 ഗ്രാമാണ്. 9.2 mm തിക്നെസ്സോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഫ്രണ്ടിൽ. വാട്ടർ റിപ്പലൻ്റ് കോട്ടിങ്ങും കൂടി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ തുള്ളി വെള്ളമായാലൊന്നും വലിയൊരു പ്രശ്നമൊന്നുമില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം. 395 പിക്സൽ പെർ ഇഞ്ചിൻ്റെ ഡെൻസിറ്റിയാണ് ഈ ഫോണിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്, യാതൊരു ഇഷ്യൂസും ഇല്ലാതെ നല്ലൊരു പവർഫുൾ ഡിസ്പ്ലേ തന്നെയാണ്. IPS LCDയും ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗത്ത് യാതൊരു ഇഷ്യൂസും ഇല്ലാതെ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നാൽ മീഡിയാടെക്കിൻ്റെ ഡൈമെൻസിറ്റി 800U 5G ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. മാലി G57MC3 ആണ് ഇതിൻ്റെ GPU വരുന്നത്. ആൻഡ്രോയിഡ് 10 അധിഷ്ഠിതമായി റെഡ്മിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസായ MIUI 11 ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പെർഫോമൻസ് സൈഡ് വന്നാൽ വലിയൊരു പ്രോസസ്സർ, ഹെവി പ്രോസസ്സർ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു 5G ചിപ്സെറ്റും കൂടിയാണ്. അപ്പോൾ പ്രോസസ്സറിൻ്റെ ഭാഗത്ത് യാതൊരു ഇഷ്യൂസും ഇല്ലാതെ നല്ലൊരു പവർഫുള്ളോടെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വന്നാൽ 48 മെഗാ പിക്സൽ f1.8 വരുന്ന ഒരു വൈഡ് ആംഗിളും 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസുമായിട്ട് ഒരു 3 ട്രിപ്പിൾ റിയർ ക്യാമറയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറയിലേക്ക് വന്നാൽ 13 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് 1080p റെസൊല്യൂഷനിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ക്യാമറയും ഒരു നോർമൽ സെറ്റപ്പിൽ തന്നെയാണ് ക്യാമറയും കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഔട്ട്പുട്ടായിരിക്കും ഈ f1.8 വരുന്ന ആ 14 മെഗാ പിക്സലിൻ്റെ ഔട്ട്പുട്ടുകൾ. ഇനി ഇതിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ഒരു ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറുമാണ് കൊടുത്തിട്ടുള്ളത്. ചാർജ് ചെയ്യാൻ വേണ്ടി USB Type-C പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പവർഫുള്ളായ ബാറ്ററി ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ പവർ ബട്ടണിലായിട്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡുവൽ സിം സ്ലോട്ട് ഉണ്ട്. ഡെഡിക്കേറ്റഡ് സിം കാർഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്നത് ഇതൊരു 5G ഫോണും കൂടിയാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഒരു 5G ഫോൺ ലഭിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഗ്രേ, ഗ്രീൻ, വയലറ്റ് എന്നീ 3 കളർ വേരിയൻറ്റിലാണ് ഇത് ലഭിക്കുന്നത്. ഏകദേശം ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ വരുന്നത് ഒരു 15,000-16,000 രൂപയാണ്. അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് ഇന്ത്യയിലെത്തുമ്പോൾ എത്ര ആവുമെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫോണിൻ്റെ ഒരു പ്രധാന സവിശേഷതകൾ. ഈ ഫോൺ ഇന്ത്യയിൽ എപ്പോൾ ലോഞ്ച് ചെയ്യുമെന്ന് ഇപ്പോൾ അവർ പറഞ്ഞിട്ടില്ല. ഏതായാലും നമുക്ക് ഇന്ത്യയിൽ ഇതൊന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ് ഈ ഫോണിൻ്റെ പ്രധാന സവിശേഷതകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളോട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ബൈ.